നിങ്ങളുടെ സംരംഭങ്ങൾ, ആലോചനകൾ, ചിന്തകൾ, സംസാരങ്ങൾ, ചർച്ചകൾ, തീരുമാനങ്ങൾ എല്ലാം യേശുക്രിസ്തുവിൻ്റെ ആത്മാവിൽ നയിക്കപ്പെടുകയും അവിടുത്തെ വിശുദ്ധമായ രഥത്താൽ മുദ്രവെക്കപ്പെടുകയും ചെയ്യട്ടെ. എൻ്റെ കർത്താവ്, നിന്നിൽ ആശ്രയിക്കുന്ന മക്കൾക്ക് കർത്താവ് അധിക ധൈര്യം, അധിക ബലം ലഭിക്കാൻ ഇടകൾ പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ വേലയും കൂലിയുമില്ലാതെ, ജോലിയും തൊഴിലുമില്ലാതെ വിഷമിക്കുകയും സാമ്പത്തിക ബാധ്യതകളെ വിഷമിക്കുകയും ചെയ്യുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്ഥലം വിൽക്കാൻ പോകുന്നവർ, വാങ്ങാൻ പോകുന്നവർ, അങ്ങനെയുള്ള എല്ലാ എഗ്രിമെന്റിലും കോൺട്രാക്റ്റിലും ഏർപ്പെട്ടിരിക്കുന്ന ഡേറ്റ് കഴിഞ്ഞു പോകുന്നതുകൊണ്ട് പേടിച്ച് ഉത്കണ്ഠപ്പെടുന്നവർ, കർത്താവെ അവരുടെ ആശുപത്രി കിടക്കുന്നവർ, ബൈസ്റ്റാൻഡറായി നിൽക്കുന്നവർ, അവരുടെ കൂടെ കർത്താവ് അവർക്ക് വേണ്ടി പണങ്ങൾ ധനം സമ്പാദിക്കുന്നതിന് വേണ്ടി ഉഴറി നടക്കുന്നവർ എല്ലാവരും ചോദിച്ച് പ്രാർത്ഥിക്കുന്നു. ഭക്ഷണം കഴിക്കാൻ പറ്റാത്തവർ, ഭക്ഷണം കഴിക്കാനില്ലാത്തവർ, കർത്താവ് വസ്ത്രം ധരിക്കാൻ ഇല്ലാത്തവർ, കർത്താവെ അങ്ങനെയുള്ള എല്ലാ മനുഷ്യരെയും കർത്താവ് ഈ പ്രാർത്ഥനയെ നീ പരിരംഭണം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കരുണ, ദൈവത്തിൻ്റെ സ്നേഹം, ദൈവത്തിൻ്റെ നീതിയേക്കാൾ വലിയ കരുണ, നിന്റെ യോഗ്യതയേക്കാൾ വലിയ കർത്താവിൻ്റെ വിശുദ്ധമായ യോഗ്യതയിൽ ആശ്രയിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹം നിന്നെ അനുഗ്രഹിക്കുകയും നിന്നെ നിലനിർത്തുകയും ചെയ്യട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവശക്തിയാൽ നീ അനുഗ്രഹിക്കപ്പെടട്ടെ. ഈ ദിനത്തിൽ നിന്റെ കൂടെ കർത്താവ് കൂടെ ഉണ്ടാവുകയും നിനക്ക് അനുഭവവേദ്യമാകുകയും ചെയ്യാൻ ദൈവം നിന്നെ ആശീർവദിക്കട്ടെ.